ശശി തരൂർ വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വിലക്കി ഹൈക്കമാൻഡ്. തരൂരോ മറ്റു നേതാക്കളോ പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കരുത്. സാഹചര്യം നിരീക്ഷിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് AICC നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, തരൂർ ഇന്നലെയും ജാതി സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തിയിരുന്നു. എന്തായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു? ഫിജി, ഈ തരൂർ വിഷയത്തിൽ നേതാക്കൾ തമ്മിലുള്ള പോര് പരസ്യമായി രംഗത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പരസ്യ പ്രസ്താവനകളും പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകുന്നത്. ഇക്കാര്യത്തിൽ തരൂരോ മറ്റ് നേതാക്കളോ ഒരു തരത്തിലുള്ള പരസ്യ വിമർശനങ്ങളും ഉന്നയിക്കരുത്. അതുപോലെ തന്നെ ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കാര്യങ്ങളൊക്കെ ചർച്ച നടത്തി മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നീ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറിന് ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശവും കൂടി ഹൈക്കമാൻഡ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം തരൂരുമായി ബന്ധപ്പെട്ടൊരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കരുണാകരൻ ഫൗണ്ടേഷന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ തരൂരിനെതിരെ എല്ലാ നേതാക്കളും, കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തല ഈ ആരെങ്കിലും കോട്ട് തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയുടെ കോട്ട് തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി വെച്ചേക്കൂ എന്നത് ഉൾപ്പെടെയുള്ള പരസ്യ വിമർശനങ്ങൾ പൊതു ചടങ്ങിൽ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ AICC ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശമാണ് പൊതുവെ ഉള്ളത്. നിർദ്ദേശമാണ് AICC ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. അതിനിടയിൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾ തമ്മിലടിക്കുന്നത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയുണ്ടായ ഒരു വിജയത്തിൻ്റെയൊക്കെ സാധ്യതകളെ മങ്ങലേൽപ്പിച്ചേക്കാം എന്നൊരു ആശങ്ക കൂടി ഉണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ വിഷയങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും വേണ്ട, വിമർശനങ്ങളൊന്നും വേണ്ട എന്നൊരു നിലപാട് പാർട്ടി AICC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കർശന നിലപാട് തന്നെ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചന കൂടി തന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രസ്താവനകളും തരൂരും നടത്തരുത്, മറ്റു നേതാക്കളും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിമർശനങ്ങളും പരസ്യമായി നടത്തരുത് എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു, പാർട്ടി വേദികളിൽ മാത്രം നിങ്ങൾ ഉന്നയിക്കാം, അത് പരസ്യമായി, അത് തരൂരിനോടും കൂടിയാണ് അന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. ഇത്തരത്തിൽ ഏതായാലും ഈ തർക്കങ്ങൾ അത് തെരുവിലേക്ക് നീളുന്നത് ഹൈക്കമാൻഡ് ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം, പരസ്യ പ്രസ്താവനകൾ വിലക്കിയുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഫിജി, ആന്റണി, നമുക്കറിയാം തരൂർ വിവിധ മത സാമുദായിക നേതാക്കളെ കാണുന്നുണ്ട്. കേരളത്തിൽ ഒട്ടേറെ ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? ഹൈക്കമാൻഡ് ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇക്കാര്യത്തിൽ നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പര്യടനം, തരൂരിന്റെ പര്യടനം, മലബാർ പര്യടനം ഒക്കെ വിവാദമായ ഘട്ടത്തിൽ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ടിരുന്നു. ഈ പാർട്ടി അറിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വയം നിലയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് അന്ന് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച, ഈ മുഖ്യമന്ത്രി ആരാവണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന ആ ഒരു ചർച്ച, അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ പാർട്ടിയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കി നിൽക്കുന്നത്. അത് നേരത്തെ അത് വലിയ രീതിയിൽ പുറത്തേക്ക് വന്നിരുന്നില്ല, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് മാത്രം ഒളിയമ്പുകളായി മാത്രം വന്നിരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ പൊതുവേദികളിൽ നേരിട്ട് തന്നെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേതാക്കൾ രണ്ട് ചേരികളായി തിരിഞ്ഞ് തരൂരും അല്ലെങ്കിൽ തരൂർ വിരുദ്ധരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. എല്ലാ തരത്തിലും എപ്പോഴും ആ ഒരു വിമർശനം തുടരുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഈ ഒരു തരത്തിൽ ഈ തമ്മിലടി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ ചൊല്ലിയുള്ള ഈ തമ്മിലടി അത് അടുത്ത സാധ്യതകളെ ബാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഒരു തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഇപ്പോൾ
പര്യടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നില്ല. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ പൊതുവേദികളിലേക്കും പരസ്യമായി രംഗത്ത് വരികയും നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി പരസ്യമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ വേണ്ട, പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായ വിമർശനങ്ങൾ വേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. പൊതുവെ കോൺഗ്രസിന്റെ പൊതുവികാരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് മുന്നോട്ട് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കേരളത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ തമ്മിലടി പലരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആവശ്യമുന്നയിച്ച് രംഗത്ത് വരുന്നു. പല എംപിമാരും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അത്തരത്തിൽ പല തലങ്ങളിൽ പാർട്ടിയിൽ ഒരു ഭിന്നിപ്പിന്റെ സ്വരം ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒന്നും വേണ്ട, പരസ്യ പ്രസ്താവനകളോ വിമർശനങ്ങളോ ഒന്നും വേണ്ട എന്നൊരു നിർദ്ദേശം ഇപ്പോൾ കർശനമായി തന്നെ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. നേതാക്കൾക്ക് പരസ്യ പ്രസ്താവന വിലക്കി ഹൈക്കമാൻഡ് മുന്നോട്ട് വന്നിരിക്കുന്നു. നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിലക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകുന്നത്.